അവരെ മനസ്സിൽ മുത്തുനബി അല്ലാതെ എന്താണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. ബറേലവി ഷരീഫിൽ കിടക്കുന്ന ഇന്ത്യയുടെ അത്ഭുതമാണ് അഹമ്മദ് റിളാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ത്യ കണ്ട മഹാത്ഭുതമാണ്, ഇന്ത്യ കണ്ട മഹാത്ഭുതമാണ് ബറേലവി ഷരീഫിൽ കിടക്കുന്ന അഹമ്മദ് റിളാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ മരിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്റെ പ്രദേശത്തിൽ ഖബർ വെട്ടുന്ന കുയ്യനെ വിളിപ്പിച്ച് കുയ്യനോട് പറഞ്ഞ്, മേക്കുയി സാധാരണ പോലെ മതി, പക്ഷേ കീക്കുയി അത് മതിയാവുകയില്ല. കീക്കുയി എന്റെ ഉയരത്തിൽ കണക്കാക്കിയിട്ട് തന്നെ വെട്ടണം, എന്റെ ഉയരത്തിന് കണക്കാക്കി വെട്ടണം. കീക്കുയി മേക്കുയി സാധാരണ മേക്കുയി മതി, കീക്കുയി അത് മതിയാവൂല. കീക്കുയി എൻ്റെ ഉയരത്തിന് കണക്കാക്കി കീക്കുയി ഉണ്ടാക്കണം. അപ്പോൾ കുടുംബക്കാർ സമ്മതിപ്പിച്ചു. അതിന് എത്ര പൈസ വേണമെങ്കിലും വാങ്ങിക്കോ, എത്ര പൈസ വേണ്ടത് അത് കണക്കാക്കി വാങ്ങിക്കോ, അതിൻ്റെ തിരിക്കത്തൊക്കെ എനിക്കുണ്ട്, അതൊക്കെ വാങ്ങിക്കോ, അതെൻ്റെ മക്കളെ കയ്യിൽ നിന്ന് കൃത്യമായി ചെണ്ണി പറഞ്ഞ് വാങ്ങിക്കോ, അതൊക്കെ ഞാൻ മക്കളെ വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഏൽപ്പിക്കാൻ പോവാണ്. അപ്പോൾ മക്കൾ ചോദിച്ച്, കുടുംബം ചോദിച്ച്, ഉപ്പേ എന്തിനാ അങ്ങനെ? അപ്പോൾ പറഞ്ഞ്, എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി മഹാനായ മുങ്കർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം വരും. അവർ അല്ലാഹുവിന്റെ ഹബീബിനെ എന്റെ ഖബറിലേക്ക് ഹാജരാക്കും. മാ തഖൂലു ഫീ ഹാദാ റജുലി, ഇയാളെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി എന്റെ ഖബറിലേക്ക് ശറഫാക്കപ്പെട്ട മുത്തുനബിയെ അവർ വിളിപ്പിക്കുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി എന്റെ ഖബറിൽ ഹാജരായാൽ എനിക്ക് പിന്നെ കിടക്കാൻ കഴിയുകയില്ല, എനിക്ക് പിന്നെ അവിടെ കിടക്കാൻ കഴിയുകയില്ല. ഹബീബ് വന്നാൽ എന്റെ ഖബറിൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ വേണ്ടിയാണ് എന്ന് അഹമ്മദ് റിളാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെ വിഡ്ഢിയാണെന്നാണോ മനുഷ്യ നീ വിചാരിക്കുന്നത്? അപ്പോ മരിക്കണതല്ല പ്രശ്നം, മുങ്കർ നക്കീർ വരുന്നതല്ല പ്രശ്നം. മുത്ത് റസൂലുള്ള സ്വന്തം ഖബറിലേക്ക് കയറി വരും. ഉറക്കപ്പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ ഉലിദൽ ഹബീബ് സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു ജിബ്രീലു നാദാ في منصة حسنه هذا مليء الكون هذا أحمد يا رب صل على النبي. അത് ഖബറിലേക്ക് തിരിച്ചു വരാൻ മുഅ്മിനാകാൻ കഴിയില്ല, ഒരാൾക്ക് കഴിയില്ല. അത് മടയത്തരമാണ്, അത് മടയത്തരാണ് മനുഷ്യ. അല്ലാഹുവിന്റെ ഹബീബിനെ